അപൂർവങ്ങളിൽ അപൂർവമെന്ന് കണ്ടെത്തി കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച ഗ്രീഷ്മയുടെ ജയിൽവാസത്തിന്റെ 2ാം എപ്പിസോഡിന് തുടക്കമായി. അടുത്ത കാലത്ത് വരെ വിചാരണ തടവുകാരിയായി കഴിഞ്ഞ ഗ്രീഷ്മ ഇന്നലെ മുതൽ ഷാരോണിനെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ കഴിയുന്ന തടവുകാരിയാണ്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഗ്രീഷ്മ 2025 ആദ്യ വനിതാ തടവുകാരി കൂടിയാണ്. അതുകൊണ്ട് അവർക്ക് ജയിലിൽ ലഭിച്ചതും 1ാം നമ്പറാണ്. അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ 14ാം ബ്ലോക്കിൽ മറ്റ് 2 റിമാൻഡ് പ്രതികൾക്കൊപ്പമാണ് ഗ്രീഷ്മയെ താമസിപ്പിച്ചിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ജയിലിൽ അഡ്മിഷൻ നടപടികൾ പൂർത്തിയാക്കിയിരുന്നത്. യാതൊരു കൂസലുമില്ലാതെയാണ് ഗ്രീഷ്മയുടെ ജയിൽവാസവും. വിചാരണക്കാലത്തും ഗ്രീഷ്മ ഇതേ ജയിലിൽ തന്നെയായിരുന്നു. എന്നാൽ സഹതടവുകാരികളുടെ പരാതിയെ തുടർന്ന് 2025 സെപ്റ്റംബറിൽ മാവേലിക്കര വനിതാ സ്പെഷ്യൽ ജയിലിലേക്ക് മാറ്റിയിരുന്നു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടെങ്കിലും ശിക്ഷ നടപ്പാക്കാൻ സാധ്യത കുറവാണെന്നാണ് പൊതുവിലുള്ള വിലയിരുത്തൽ. മേൽക്കോടതിയിൽ നിന്നും ശിക്ഷ ഇളവും ലഭിക്കുമെന്ന പ്രതീക്ഷ ഗ്രീഷ്മയ്ക്കുമുണ്ട്. ഒക്ടോബർ 14-നായിരുന്നു കേരളത്തെ ഞെട്ടിച്ച് കൊലപാതകം നടന്നത്. തമിഴ്നാട് പളുകലിലുള്ള വീട്ടിൽ വെച്ചാണ് സുഹൃത്തായിരുന്ന ഷാരോണിന് കഷായത്തിൽ വിഷം കലക്കി നൽകിയിരുന്നത്. ശാരീരിക അസ്വാസ്ഥ്യം നേരിട്ടതോടെ ഷാരോണിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദിവസങ്ങളോളം ജീവന് വേണ്ടി പൊരുതിയ ഷാരോണ് ഒടുവിൽ ഒക്ടോബർ 25-ന് മരണത്തിന് കീഴ്പ്പെടുകയായിരുന്നു. വിഷം നൽകി കൊലപ്പെടുത്താനായി ഗ്രീഷ്മ ഗവേഷണം നടത്തിയെന്നും ഷാരോണിനെ കൊലപ്പെടുത്താൻ ഗ്രീഷ്മയ്ക്ക് കൃത്യമായ പദ്ധതി ഉണ്ടായിരുന്നുവെന്നുമാണ് വധശിക്ഷ വിധിച്ചുകൊണ്ടുള്ള കോടതി വിധിയിൽ വ്യക്തമാക്കുന്നത്. ഇതിനുള്ള ആദ്യ ശ്രമമായിരുന്നു പാരസെറ്റമോൾ ജ്യൂസിൽ കലക്കി നൽകിയത്. അളവിൽ കൂടുതൽ ഗുളിക ജ്യൂസിൽ കലക്കിയാൽ മരണം സംഭവിക്കുമെന്ന് മനസ്സിലാക്കാൻ 23 പ്രാവശ്യം മൊബൈലിൽ ഗ്രീഷ്മ സെർച്ച് ചെയ്തുവെന്നും ആദ്യ വധശ്രമം പരാജയപ്പെട്ടപ്പോൾ അതേ രീതി വീണ്ടും പരീക്ഷിച്ചിരുന്നുവെന്നും കഷായത്തിൽ കളനാശിനി കലർത്തി നൽകിയെന്നും വിധിപ്പകർപ്പിൽ പറയുന്നു. പിന്നീട് 2022 ഒക്ടോബർ 14-ന് വീട്ടിൽ ആരുമില്ലെന്ന് പറഞ്ഞ് ഷാരോണിനെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെ വിളിച്ചു വരുത്തി. ഇതിനിടയിൽ തന്നെ ഗ്രീഷ്മ കഷായത്തിൽ കീടനാശിനി കലക്കി വെച്ചിരുന്നു. വീട്ടിലെത്തിയ ഷാരോണിനോട് ബന്ധമൊഴിയാൻ ആവശ്യപ്പെട്ടെങ്കിലും വിസമ്മതിച്ചു. തുടർന്ന് വീണ്ടും സ്നേഹം നടിച്ച് കഷായം കുടിക്കാൻ വെല്ലുവിളിച്ചു. മുൻപ് കഷായം കുടിക്കാമെന്ന് ചലഞ്ച് ചെയ്ത് പറഞ്ഞിരുന്നതല്ലേ എന്ന് ചോദിച്ച് കുടിക്കാൻ പറയുകയായിരുന്നു. തുടർന്ന് കീടനാശിനി കലർത്തിയ കഷായം ഷാരോൺ കുടിക്കുകയും ചെയ്തു. ഇതിനുശേഷം ചുവ മാറാൻ ജ്യൂസ് നൽകി തിരിച്ച് സുഹൃത്തിനോടൊപ്പം ബൈക്കിൽ പോകുന്നതിനിടെ പലതവണ ഷാരോൺ ഛർദ്ദിച്ചു. ഗ്രീഷ്മ തന്നെ ചതിച്ചെന്ന് ഷാരോൺ സുഹൃത്തിനോട് പറയുകയും ചെയ്തു. രാത്രി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയ ശേഷവും ഛർദി തുടർന്നു. പിറ്റേ ദിവസം തിരുവനന്തപുരം ഫോർട്ട് താലൂക്ക് ആശുപത്രിയിലും ചികിത്സ തേടി. ഇതിനുശേഷമാണ് വിഷം അകത്തു ചെന്നത് സ്ഥിരീകരിച്ചതെന്നടക്കമുള്ള കേസിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞുകൊണ്ടാണ് കോടതി ശിക്ഷാവിധിയെക്കുറിച്ച് വിശദമാക്കുന്നത്. പുതിയ വിവാഹാലോചന ഗ്രീഷ്മയ്ക്ക് വന്നതോടെയാണ് പ്രണയത്തിലായിരുന്ന ഷാരോണും ഗ്രീഷ്മയും തെറ്റുന്നത്. പല കാരണങ്ങൾ പറഞ്ഞ് ഷാരോണിനെ ഒഴിവാക്കാൻ നോക്കി. തന്റെ ആദ്യ ഭർത്താവ് മരിക്കുമെന്ന് ജോത്സ്യൻ പറഞ്ഞെന്നും അതുകൊണ്ട് നമുക്ക് ഉടൻ വിവാഹം കഴിക്കേണ്ടെന്നുവരെ വിവാഹാലോചന വന്ന സമയത്ത് ഗ്രീഷ്മ പറഞ്ഞു നോക്കിയിരുന്നു. എന്നാൽ ഇതൊന്നും വിശ്വസിക്കാതിരുന്ന ഷാരോൺ ബന്ധം തുടരാൻ നിർബന്ധിച്ചിരുന്നു. ഇതോടെയാണ് കൊലപാതകമെന്ന അറ്റക്കൈയിലേക്ക് ഗ്രീഷ്മ എത്തിയത്. ആദ്യ ഭർത്താവ് മരിക്കുമെന്ന തന്റെ ജാതകദോഷം മാറുന്നതിന് ഷാരോണിനെ രഹസ്യമായി വിവാഹം ചെയ്ത ഗ്രീഷ്മ കൊലപ്പെടുത്തിയതെന്നാണ് കുടുംബം പോലീസിന് മൊഴി നൽകിയതെങ്കിലും ഇക്കാര്യം പോലീസ് വിശ്വസിച്ചില്ല. പകരം ഒരു വിവാഹം കഴിക്കാനും കാമുകനെ ഒഴിവാക്കാനും ഗ്രീഷ്മ നടത്തിയ ശ്രമം എന്ന നിലയിലേക്കാണ് പോലീസ് എത്തിയത്. പാറശാല ഷാരോൺ വധക്കേസ് പ്രതി ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിച്ചത് നെയ്യാറ്റിൻകര ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി MA ബഷീർ ആണ്. ഗ്രീഷ്മയ്ക്ക് പരമാവധി ഇരട്ട ജീവപര്യന്തം വരെയാണ് പല നിയമവിദഗ്ധരും പ്രവചിച്ചിരുന്നത്. എന്നാൽ കോടതി പരമാവധി ശിക്ഷ തന്നെ പ്രതിക്ക് നൽകുകയായിരുന്നു. 24 വയസ്സേ ഉള്ളുവെന്നും ക്രിമിനൽ പശ്ചാത്തലം ഇല്ലെന്നും പഠിക്കാൻ മിടുക്കിയാണെന്നുമുള്ള വാദങ്ങളെല്ലാം തള്ളിക്കൊണ്ടായിരുന്നു ശിക്ഷാവിധി. 8 മാസത്തിനിടെ 4ാമത്തെ കുറ്റവാളിക്കാണ് ജഡ്ജി MA ബഷീർ വധശിക്ഷ വിധിക്കുന്നത്. 2024 മെയ് മാസത്തിൽ വിഴിഞ്ഞം മുല്ലൂർ ശാന്തകുമാരി വധക്കേസിലാണ് AM ബഷീർ ഇതിനു മുമ്പ് വധശിക്ഷ വിധിച്ചത്. ഒരു സ്ത്രീയും മകനും അടക്കം 3 പേർക്കാണ് അന്ന് തൂക്കുകയർ വിധിച്ചത്. ഇപ്പോൾ ഗ്രീഷ്മ കൂടിയായതോടെ വധശിക്ഷ കാത്ത് കേരളത്തിലെ ജയിലിൽ കഴിയുന്ന 2 സ്ത്രീകൾക്കും ശിക്ഷ വിധിച്ചത് ഒരേ ജഡ്ജി എന്ന പ്രത്യേകത കൂടിയുണ്ട്. കേരളത്തിൽ വധശിക്ഷ
പ്രായം കുറഞ്ഞ വനിതാ കുറ്റവാളി കൂടിയാണ് ഗ്രീഷ്മ. കഷായം ഗ്രീഷ്മയുടെ കാര്യത്തിൽ നിരവധി ട്വിസ്റ്റുകളാണ് വരാനിരിക്കുന്നത്. വിധി പ്രസ്താവന ഹൈക്കോടതി പരിശോധിക്കണം. കോടതിക്ക് അതിൽ എതിർപ്പുണ്ടായാൽ വിധിയുടെ പുനഃപരിശോധന ഉറപ്പാണ്. ഇതുവരെ കേരളത്തിൽ എത്ര പേർക്ക് തൂക്കുകയർ വിധിച്ചിട്ടുണ്ട്? എല്ലാവരും കഴിവരമേറിയോ? ഇല്ല. കാരണം വിധി നടത്തിപ്പിലേക്ക് നിരവധി നടപടികൾ കടക്കേണ്ടതുണ്ട്. 2001 6 പേരെ കൊന്ന ആലുവ കൂട്ടക്കൊലക്കേസിലെ ആന്റണി മാഞ്ഞൂരാണ് 2005 വധശിക്ഷ വിധിക്കുന്നു. 13 വർഷം പിന്നിട്ടപ്പോൾ അത് ജീവപര്യന്തമായി കുറഞ്ഞു. 51 വെട്ടി TPയെ കൊന്ന കേസിൽ ആർക്കും തൂക്കുകയറില്ല. സൗമ്യ വധക്കേസിലെ ഗോവിന്ദചാമിയുടെ വിധി എന്തായി? ഇപ്പോൾ ഇതിൽ നിന്നുമൊക്കെ വ്യക്തമല്ലേ ഗ്രീഷ്മയും നൈസായി ഇതിൽ നിന്നും ഊരിപ്പോകും. സത്യത്തിൽ അവൾ ഈ വിധിയിൽ സന്തോഷിക്കുകയാണ്. അവൾക്ക് ഉടനെയൊന്നും വിധി നടപ്പാക്കില്ല എന്ന് നല്ലപോലെ അറിയാം. അതുപോലെ തന്നെ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതിനാൽ ജയിലിൽ ഒരു പണിയും ചെയ്യാതെ 4-5 വർഷം സുഖവാസം നടത്തിയിട്ട് കോടതിയിൽ അപ്പീലിന് പോയി വധശിക്ഷയിൽ നിന്നും ഊരിപ്പോകാം. ഗ്രീഷ്മയുടെ നല്ല പ്രായമെല്ലാം ജയിലിൽ സുഖവാസത്തിലൂടെ ജീവിച്ചു തീർക്കാമെന്നല്ലാതെ ഈ വിധി കൊണ്ട് എന്താകാൻ? ഷാരോണിനെന്നല്ല ഗ്രീഷ്മയ്ക്കാണ് വിധി അനുകൂലമായതെന്നതിൽ സംശയമില്ല.